നമസ്കാരം, പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഖത്തർ സ്ഫോടനത്തിൽ മരിച്ച ഇന്ത്യക്കാരിൽ ഒരു മലയാളിയും. മരിച്ചത് കോഴിക്കോട് സ്വദേശി അർജുൻ. അന്വേഷണങ്ങൾക്കും സഹായങ്ങൾക്കും ഹെൽപ്പ് ലൈൻ തുറന്ന ഇന്ത്യൻ എംബസി. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിൽ നിർണായക നീക്കവുമായി ഇറാനും ഒമാനും. ടോൾ രഹിത സുരക്ഷിത പാതയ്ക്ക് പ്രതിജ്ഞാബദ്ധം. നിർണായക നയതന്ത്ര നീക്കവുമായി മാർക്കോ റൂബിയോ യുഎയുടെ സ്വപ്ന പദ്ധതി ഇത്തിഹാദ് പാസഞ്ചർ ട്രെയിൻ ഈ മാസം 30 മുതൽ ഓടിത്തുടങ്ങും. ആദ്യഘട്ടത്തിൽ പ്രവർത്തന സജ്ജമാക്കുക അബുദാബി ഫുജൈറ സ്റ്റേഷനുകൾ. ടിക്കറ്റുകൾ 55 ദിർഹം മുതൽ. ദുബായിൽ പുതിയ വാടക നയം പ്രഖ്യാപിച്ചു. വാടക തവണകളായി അടയ്ക്കാൻ താമസക്കാർക്ക് അവസരം. ഫ്ലെക്സി റെന്റ് സ്കീമിന് തുടക്കം കുറിച്ച് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ്. വിശദമായ വാർത്തകളിലേക്ക്. ഖത്തർ റാസ് ലഫാൻ വ്യവസായ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ മരിച്ച 12 ഇന്ത്യക്കാരിൽ ഒരു മലയാളിയും. കോഴിക്കോട് നാദാപുരം പുറമേരി സ്വദേശി അർജുനാണ് മരിച്ചത്. പ്ലാന്റിലെ സൂപ്പർവൈസറായിരുന്നു അർജുൻ. ഒരു പാക് സ്വദേശി ഉൾപ്പെടെ 13 പേരാണ് അപകടത്തിൽ ആകെ മരിച്ചത്. ഞായറാഴ്ച വൈകിട്ടായിരുന്നു ഖത്തറിന് നടുക്കിയ സ്ഫോടനം. അപകടവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്കും മറ്റ് സഹായങ്ങൾക്കുമായി ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ തുറന്നിട്ടുണ്ട്. ഇറാൻ ആക്രമണത്തെ തുടർന്ന് അടച്ചിട്ട റാസ് ലഫാൻ വ്യവസായ കേന്ദ്രത്തിൽ ഉൽപാദനം പുനരാരംഭിക്കാനിരിക്കെയാണ് അപകടമുണ്ടായത്. മരിച്ച 13 പേരിൽ 12 പേരും ഇന്ത്യക്കാരാണ്. ഒരാൾ പാക് സ്വദേശിയും. മരിച്ചവരുടെയോ പരിക്കേറ്റവരുടെയോ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. 66 പേർക്ക് പരിക്കേറ്റുവെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം അപകടത്തിൽ വ്യവസായ കേന്ദ്രത്തിന് പുറത്തേക്ക് വാതക ചോർച്ച ഉണ്ടായിട്ടില്ല എന്നാണ് വിവരം. അപകടവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്കും മറ്റ് സഹായങ്ങൾക്കുമായി ഖത്തറിലെ ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ തുറന്നിട്ടുണ്ട്. പ്രവാസികൾക്ക് ഹെൽപ്പ് ലൈൻ നമ്പറുകളിലും ഇമെയിൽ വിലാസത്തിലും ഇന്ത്യൻ എംബസിയെ ബന്ധപ്പെടാവുന്നതാണ്. സ്ഫോടനം പ്രകൃതിവാതക ഉൽപാദനത്തെ ബാധിക്കില്ല എന്ന് ഖത്തർ അറിയിച്ചു. പ്ലാന്റിന്റെ പ്രവർത്തനം പുനരാരംഭിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകും. കയറ്റുമതി പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായി ഇന്നലെ 4 ടാങ്കറുകൾ ഹോർമുസ് വഴി ഖത്തർ തീരത്തെത്തി. 4 ടാങ്കറുകൾ കൂടി ഖത്തറിലേക്കും പുറപ്പെട്ടിട്ടുണ്ട്. ഇറാൻ അമേരിക്ക വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ റാസ് ലഫാനിൽ നിന്ന് ഉൽപാദനം പുനരാരംഭിക്കുമെന്ന് കഴിഞ്ഞ ആഴ്ചയാണ് ഖത്തർ പ്രഖ്യാപിച്ചത്. 50% 2 മാസത്തിനുള്ളിൽ 80% പുനരാരംഭിക്കാനായിരുന്നു പദ്ധതി. കടുത്ത ഇന്ധന ഊർജ്ജക്ഷാമം നേരിടുന്ന ലോകരാജ്യങ്ങൾക്ക് ഖത്തറിന്റെ പ്രഖ്യാപനം വലിയ ആശ്വാസമായിരുന്നു. റാസ് ലഫാൻ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ഇന്ധനവിലയിൽ കാര്യമായ കുറവ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ദുരന്തം. ആഗോള പ്രകൃതിവാതക ഉൽപാദനത്തിന്റെ 1/5 ഭാഗവും നടക്കുന്ന ഖത്തറിൽ ഏകദേശം 300 ചതുരശ്ര കിലോമീറ്ററിലാണ് റാസ് ലഫാൻ വ്യവസായ കേന്ദ്രം. NTV ദോഹ. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഇറാനും ഒമാനും ചർച്ച നടത്തും. ടോൾ രഹിത സുരക്ഷിത പാതയ്ക്ക് ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമാണെന്ന് ഒമാനും ഇറാനും വ്യക്തമാക്കി. അതേസമയം US സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ന് UAയിലെത്തും. ലോകത്തെ തന്ത്രപ്രധാന ജലപാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സുപ്രധാന ചർച്ചകൾക്കൊരുങ്ങുകയാണ് ഇറാനും ഒമാനും. ഹോർമുസിന്റെ നടത്തിപ്പിന് ഈടാക്കേണ്ട ചെലവുകളെക്കുറിച്ച് പഠനം നടത്തുമെന്ന് ഇറാനും ഒമാനും വ്യക്തമാക്കി. ടോൾ ഫ്രീ സുരക്ഷിത പാതയ്ക്ക് ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമാണെന്നും ജലപാതയുടെ മേൽ തങ്ങൾക്ക് പരമാധികാരമുണ്ടെന്നും ഇരു രാജ്യങ്ങളും അറിയിച്ചു. ടോളുകൾക്ക് പകരമായി കടലിടുക്ക് കടക്കുന്നതിന് സമുദ്ര സേവന ഫീസ് ഈടാക്കാൻ പദ്ധതിയുണ്ടെന്നാണ് ടെഹ്റാൻ ആവർത്തിച്ചത്. എന്നാൽ ഈ പദ്ധതിയെ അമേരിക്ക ശക്തമായി എതിർക്കുന്നുണ്ട്. അതേസമയം US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ന് UAയിലെത്തും. സംഘർഷങ്ങൾക്ക് പിന്നാലെ പശ്ചിമേഷ്യയിലെ സഖ്യകക്ഷികളുമായി ഐക്യദാർഢ്യം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് US സ്റ്റേറ്റ് സെക്രട്ടറിയുടെ സന്ദർശനം. അബുദാബിയിലെ നിർണായക കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബുധനാഴ്ച കുവൈത്തിലേക്കും വ്യാഴാഴ്ച ബഹ്റൈനിലേക്കും സ്റ്റേറ്റ് സെക്രട്ടറി പോകും. തുടർന്ന് ഗൾഫ് സഹകരണ കൌൺസിലിന്റെ യോഗത്തിലും മാർക്കോ റൂബിയോ പങ്കെടുക്കും. അതേസമയം ആണവ കേന്ദ്രങ്ങളിലേക്ക് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഉദ്യോഗസ്ഥരെ പ്രവേശിപ്പിക്കാൻ അനുവദിച്ചെന്ന US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ പ്രതികരണം ഇറാൻ പാടെ തള്ളിയിരുന്നു. ആണവ വിഷയത്തിൽ പുതിയ കരാറുകളിലൊന്നും ഏർപ്പെട്ടിട്ടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. സമാധാന ചർച്ചകളുടെ ഭാഗമായി ഇറാനുമേലുള്ള സാമ്പത്തിക ഉപരോധങ്ങളിൽ അമേരിക്ക താൽക്കാലിക ഇളവ് വരുത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഇറാനിയൻ ക്രൂഡ് ഓയിൽ, പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങൾ എന്നിവ വിൽക്കുന്നതിനും ബാങ്കിംഗ് ഇടപാടുകൾ നടത്തുന്നതിനും ഓഗസ്റ്റ് 21 വരെയാണ് അമേരിക്ക അനുമതി നൽകിയിട്ടുള്ളത്. എന്നാൽ ഇറാന്റെ വരുമാന സ്രോതസ് അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ മാത്രമായി പരിമിതപ്പെടുത്താനാണ് US നീക്കം. ന്യൂസ് ഡെസ്ക് NTV.
കാത്തിരിപ്പിന് വിരാമമിട്ട് യുഎഇയുടെ ഇത്തിഹാദ് പാസഞ്ചർ ട്രെയിൻ ഈ മാസം 30 മുതൽ ഓടിത്തുടങ്ങും. ആദ്യഘട്ടത്തിൽ അബുദാബി ഫുജൈറ സ്റ്റേഷനുകൾ മാത്രമേ പ്രവർത്തിക്കൂ. വെറും 1.25 മണിക്കൂർ കൊണ്ട് ഈ യാത്ര പൂർത്തിയാക്കാം. 55 ദിർഹം മുതൽ ടിക്കറ്റുകൾ ലഭ്യമാണ്. യുഎഇ അതിന്റെ ചരിത്രത്തിലെ മറ്റൊരു സുപ്രധാന ചുവട് വയ്ക്കുകയാണ്. ഇത്തിഹാദ് പാസഞ്ചർ ട്രെയിൻ അടുത്തയാഴ്ച മുതൽ ഓടിത്തുടങ്ങും. ആദ്യഘട്ടത്തിൽ അബുദാബി ഫുജൈറ സ്റ്റേഷനുകൾ മാത്രമേ പ്രവർത്തിക്കൂ. ദുബായ്, അൽദെയ്ദ് എന്നീ സ്റ്റേഷനുകൾ സെപ്റ്റംബർ 30-ന് തുറക്കും. അൽദഫ്ര റീജിയൻ സ്റ്റേഷൻ ഡിസംബർ 30-നാകും തുറക്കുക. അടുത്ത വർഷം മാർച്ച് 30-ന് ഷാർജ സ്റ്റേഷൻ കൂടി ഓപ്പണാവുന്നതോടെ ട്രെയിനിന്റെ സർവീസുകൾ പൂർണ്ണതോതിലാകും. അബുദാബി കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അബുദാബി മുഹമ്മദ് ബിൻ സായിദ് സിറ്റിയിലെ പുതിയ പാസഞ്ചർ ട്രെയിൻ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ട്രെയിൻ സർവീസ് തുടങ്ങുന്ന പ്രഖ്യാപനം നടത്തിയത്. 55 ദിർഹം മുതൽ ടിക്കറ്റുകൾ ലഭ്യമാണ്. കംഫർട്ട് ക്ലാസ് ടിക്കറ്റിനാണ് 55 ദിർഹം. പ്രീമിയം ക്ലാസിന് 130 ദിർഹമാണ് അബുദാബി ഫുജൈറ നിരക്ക്. 400 യാത്രക്കാർക്ക് ഒരു ട്രെയിനിൽ സഞ്ചരിക്കാം. ഇത്തരത്തിൽ 13 ട്രെയിനുകളാണ് ഉള്ളത്. യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് മുതൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു തുടങ്ങാം. രാജ്യത്തെ എമിറേറ്റുകൾ തമ്മിലുള്ള ബന്ധം വർദ്ധിപ്പിക്കാനും ആളുകളുടെയും ചരക്കുകളുടെയും വേഗത്തിലുള്ള നീക്കത്തിലൂടെ സുസ്ഥിര സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കാനും ട്രെയിൻ സർവീസിന് കഴിയുമെന്ന് അബുദാബി കിരീടാവകാശി പ്രതികരിച്ചു. NTV അബുദാബി. ദുബായിൽ വാടക തവണകളായി അടയ്ക്കാൻ താമസക്കാർക്ക് അവസരം. ഫ്ലെക്സി റെന്റ് സ്കീമിന് തുടക്കം കുറിച്ച ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് പ്രതിമാസം, ത്രൈമാസം, വാർഷിക പേയ്മെന്റ് പ്ലാനുകളാണ് അനുവദിക്കുക. ദുബായിലെ താമസക്കാരുടെ സാമ്പത്തിക ബാധ്യത ലഘൂകരിക്കുക എന്ന ലക്ഷ്യവുമായാണ് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് ഫ്ലെക്സി റെന്റ് സ്കീമിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ വഴി വാടകയ്ക്കെടുക്കുന്ന താമസക്കാർക്ക് പ്രതിമാസമോ 3 മാസം കൂടുമ്പോഴോ വാർഷിക പേയ്മെന്റ് പ്ലാനോ തിരഞ്ഞെടുക്കാനാണ് അവസരം. ആദ്യഘട്ടത്തിൽ എമിറേറ്റിലെ 12 ഡെവലപ്പർമാരാണ് പദ്ധതിയുടെ ഭാഗമാവുക. വരും മാസങ്ങളിൽ കൂടുതൽ പേരുമായി സഹകരിക്കുമെന്നും DLDയിലെ വാടകകാര്യ വകുപ്പ് ഡയറക്ടർ ഖാലിദ് അൽ ഷൈബാനി വ്യക്തമാക്കി. താമസക്കാർക്ക് ഗ്രേസ് പീരീഡ് അനുവദിക്കാനും പുതിയ സ്കീമിലൂടെ കഴിയും. 1 വർഷത്തേക്ക് വാടക വർധനയുണ്ടായാൽ പേയ്മെന്റ് പുതുക്കാനും അവസരമുണ്ടാകുമെന്ന് ഖാലിദ് അൽ ഷൈബാനി പറഞ്ഞു. ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകൾ വഴിയോ ചെക്കുകൾ മുഖാന്തരമോ പേയ്മെന്റുകൾ നടത്താം. 4 ചെക്കുകളിൽ ഇതിനകം എഗ്രിമെന്റ് ഉള്ള വാടകക്കാർക്ക് സാധാരണ ഫീസ് ഒഴിവാക്കുമെന്നും അൽ ഷൈബാനി കൂട്ടിച്ചേർത്തു. റിയൽ എസ്റ്റേറ്റ് വിപണിക്ക് ഉണർവേകി ദുബായിയുടെ വികസനത്തിന് പിന്തുണ ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. NTV ദുബായ്. ദുബായിയുടെ വിവിധ ഭാഗങ്ങളിലായി 17 കിലോമീറ്റർ നീളത്തിൽ റോഡ് അറ്റകുറ്റപ്പണികളും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി ദുബായ് RTA. റോഡുകളിലെ വിള്ളലുകളും കുഴികളും പരിശോധിച്ച് കൃത്യമായ ഇടവേളകളിൽ ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്താറുണ്ടെന്ന് RTA അധികൃതർ അറിയിച്ചു. ജൂൺ ആദ്യവാരത്തോടെയാണ് 9 പ്രധാന റോഡുകളിലും 6 മേഖലകളിലുമായി വ്യാപിച്ചു കിടക്കുന്ന റോഡുകളുടെ നവീകരണം അതോറിറ്റി പൂർത്തിയാക്കിയത്. ഹൈവേകൾ, പ്രധാന റോഡുകൾ, വ്യാവസായിക വാണിജ്യ താമസ മേഖലകളിലെ ഉൾറോഡുകൾ, സൈക്ലിംഗ് ട്രാക്ക് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നതായും RTA അധികൃതർ അറിയിച്ചു. നഗരത്തിലെ ജനസംഖ്യാ സാമ്പത്തിക വളർച്ചയ്ക്കനുസൃതമായി റോഡ് ശൃംഖല രാജ്യാന്തര നിലവാരത്തിൽ നിലനിർത്താനും സുഗമമായ ഗതാഗതവും സുരക്ഷയും ഉറപ്പാക്കാനുമാണ് ഈ നവീകരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. RTAയുടെ വാർഷിക പദ്ധതികളുടെ ഭാഗമായി ലേസർ, AI സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചും റോഡുകളുടെ തകരാറുകൾ മുൻകൂട്ടി കണ്ടെത്താറുണ്ട്. റോഡുകളിലെ വിള്ളലുകളും കുഴികളും പരിശോധിച്ച് കൃത്യമായ ഇടവേളകളിൽ ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്താറുണ്ടെന്ന് റോഡ്സ് ആൻഡ് ഫെസിലിറ്റീസ് മെയിന്റനൻസ് വിഭാഗം ഡയറക്ടർ അബ്ദുള്ള അലി ലൂത്ത അറിയിച്ചു. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്, അൽ ഖവാനി സ്ട്രീറ്റ്, ഷെയ്ഖ് സായിദ് ബിൻ ഹംദാൻ അൽ നഹ്യാൻ സ്ട്രീറ്റ്, ബാഗ്ദാ സ്ട്രീറ്റ്, അൽ മനാമ സ്ട്രീറ്റ്, അൽജീരിയ സ്ട്രീറ്റ്, കിങ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൌദ് സ്ട്രീറ്റ്, റിയാദ് സ്ട്രീറ്റ്, അമ്മാൻ സ്ട്രീറ്റ്, അൽ വുഹൈദ സ്ട്രീറ്റ്, സബീൽ പാലസ് സ്ട്രീറ്റ് എന്നിവയാണ് നവീകരിച്ച പ്രധാന റോഡുകൾ. ഇതിനു പുറമെ മിർദിഫ്, സബീൽ 1, മർഗ, ജബൽ അലി ഇൻഡസ്ട്രിയൽ 2, അൽതന്യ 5th, അൽ ഗർഹൂദ് എന്നീ വ്യവസായ മേഖലകളിലെ റോഡുകളും പുനരുദ്ധാരണ പ്രവർത്തനം നടത്തിയതായി RTA അധികൃതർ അറിയിച്ചു. NTV ദുബായ്. ഈ വേനൽക്കാലത്ത് ജിം ഫീസ് ഇല്ലാതെ സജീവമാകാൻ ദുബായിൽ പുതിയ സൗകര്യം. ജിമ്മും ഇൻഡോർ നടത്തവും ജോഗിംഗ് ട്രാക്കും അടക്കം വിപുലമായ ക്രമീകരണങ്ങളുമായാണ് സ്പോർട്സ് വേൾഡ് തുറന്നത്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് താമസക്കാർക്ക് സുവർണാവസരം. ഈ കടുത്ത വേനലിൽ പ്രഭാത നടത്തവും വർക്കൗട്ടും ഒക്കെ മാറ്റിവെച്ച് ആരോഗ്യം മറന്ന് വീടിനകത്ത് ഒതുങ്ങിക്കൂടിയോ? എങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്.
ഒരു ഫീസും നൽകാതെ ജിമ്മും മറ്റു വർക്കൗട്ടുകളും എല്ലാം ചെയ്യാൻ ഒരു ഇൻഡോർ സ്പേസ്. ദുബായ് സ്പോർട്സ് വേൾഡ്. 1 കിലോമീറ്റർ ഇൻഡോർ നടത്തവും ജോഗിംഗ് ട്രാക്കും അടക്കം വിപുലമായ ക്രമീകരണങ്ങൾ. 2,82,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ പൂർണ്ണമായും എയർ കണ്ടീഷൻ സംവിധാനം. 16ാമത് ആനുവൽ സമ്മർ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി താമസക്കാർക്ക് സുവർണ അവസരമാണ് ദുബായിൽ വന്നിരിക്കുന്നത്. ഓഗസ്റ്റ് 25 വരെയാണ് പ്രവേശനം. 6 ഫുട്ബോൾ പിച്ചുകൾ, 15 ബാഡ്മിന്റൺ കോർട്ടുകൾ, ബാസ്കറ്റ്ബോൾ കോർട്ടുകൾ, ക്രിക്കറ്റ് സൗകര്യങ്ങൾ, ടേബിൾ ടെന്നീസ്, വോളിബോൾ ഏരിയകൾ എന്നിങ്ങനെ 41 കോർട്ടുകൾ, പിച്ചുകൾ, ആക്ടിവിറ്റി സോണുകൾ എന്നിവ സജ്ജം. കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രത്യേക പരിശീലന പരിപാടികളും ഈ വേനൽക്കാലത്തുണ്ടാകും. കുട്ടികൾക്കായി കളിസ്ഥലങ്ങൾ, ഗെയിമിംഗ് ഏരിയകൾ, വിവിധതരം ഫുഡ് ട്രക്കുകൾ എന്നിവയും ഉണ്ട്. ദിവസവും രാവിലെ 8 മുതൽ അർദ്ധരാത്രി വരെ താമസക്കാർക്ക് പ്രവേശനം. NTV ദുബായ്. തൊഴിൽ മേഖലയിൽ കടുത്ത നിയന്ത്രണങ്ങളുമായി സൗദി അറേബ്യ. യോഗ്യതയില്ലാത്തവരെ ജോലിയിൽ തുടരാൻ അനുവദിക്കില്ല. മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയാകും ജോലിയിൽ പ്രവേശിപ്പിക്കുക. സൗദി അറേബ്യയിലെ തൊഴിൽ മേഖലയിൽ ആരോഗ്യവും യോഗ്യതയും കർശനമാക്കിയാണ് മാനവശേഷി സമൂഹ വികസന മന്ത്രാലയം പുതിയ നിയമം നടപ്പിലാക്കുന്നത്. തൊഴിൽപരമായ യോഗ്യതയില്ലാത്തവരും നിശ്ചിത ആരോഗ്യക്ഷമത പുലർത്താത്തവരുമായ ജീവനക്കാർക്ക് ജോലിയിൽ തുടരാനാകില്ലെന്നാണ് മന്ത്രാലയത്തിന്റെ പുതിയ മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നത്. 3 ഘട്ടങ്ങളിലായി നടപ്പിലാക്കുന്ന പദ്ധതിയിലൂടെ തൊഴിലന്തരീക്ഷം കൂടുതൽ സുരക്ഷിതമാക്കുകയാണ് ലക്ഷ്യം. പുതിയ ജോലികളിൽ പ്രവേശിക്കുന്നവർ നിർബന്ധമായും പകർച്ചവ്യാധികളല്ലാത്ത രോഗങ്ങൾ സംബന്ധിച്ച പരിശോധനകൾ പൂർത്തീകരിക്കണം. നിശ്ചിത ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ജീവനക്കാർക്ക് യോഗ്യമായ മറ്റൊരു ജോലി നൽകണം. ഇതിനായി കൂടുതൽ വൈദ്യ പരിശോധനകൾക്ക് അവസരമൊരുക്കുകയും ചെയ്യും. പരിക്കുകൾ, രോഗങ്ങൾ എന്നിവ ഉണ്ടാകുമ്പോൾ കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യ പരിശോധനകൾ നടത്തണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. രാജ്യത്തെ തൊഴിൽ മേഖലയിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യവുമായാണ് മാനവശേഷി സമൂഹ വികസന മന്ത്രാലയത്തിന്റെ പുതിയ നീക്കം. NTV റിയാദ്. വിദേശ നിക്ഷേപകരെ ആകർഷിക്കാൻ വിസ റെസിഡൻസ് നിയമം പരിഷ്കരിച്ച ഒമാൻ. വിദേശികളായ സ്വത്തുടമകൾക്കും നിക്ഷേപകർക്കുമായി റെസിഡൻസി വിസ നടപടിക്രമങ്ങളും കൂടുതൽ ലളിതമാക്കാനുള്ള തരത്തിൽ ഉത്തരവും പുറത്തിറക്കി. പുതിയ നിയമ ഭേദഗതി പ്രകാരം അർഹരായ വിദേശികൾക്ക് പ്രാദേശിക സ്പോൺസറുടെ ആവശ്യമില്ലാതെ വിസയും താമസാനുമതിയും ലഭ്യമാകും. നിർമ്മാണത്തിനായി അനുവദിച്ച ഭൂമിയോ രജിസ്ട്രേഷൻ നടപടികൾ പുരോഗമിക്കുന്ന റിയൽ എസ്റ്റേറ്റ് യൂണിറ്റുകളോ വാങ്ങുന്ന വിദേശികൾക്ക് ബന്ധപ്പെട്ട അധികാര സ്ഥാപനത്തിന്റെ സർട്ടിഫിക്കേഷൻ അടിസ്ഥാനമാക്കി സ്പോൺസർ ഇല്ലാതെ വിസയ്ക്കും റെസിഡൻസിക്കും അപേക്ഷിക്കാം. സ്വത്തുടമകളുടെ ജീവിത പങ്കാളികൾക്കും 1ാം നിര ബന്ധുക്കൾക്കും കൂടാതെ ഒമാനിൽ ഭൂമിയോ റിയൽ എസ്റ്റേറ്റ് യൂണിറ്റുകളോ കൈവശമുള്ള കമ്പനികളുടെ നിയമപരമായ പ്രതിനിധികൾക്കും ഈ ആനുകൂല്യം ഉപയോഗപ്പെടുത്താം. 6 മാസം മുതൽ 1 വർഷം വരെ കാലാവധിയോടെ ഇത്തരത്തിലുള്ള വിസകൾ അനുവദിക്കും. സമാന കാലയളവിലേക്ക് പുതുക്കാനും സാധ്യമാകും. ഓണർ വിസ സംബന്ധിച്ച ചട്ടങ്ങളിലും പരിഷ്കരണം കൊണ്ടുവന്നിട്ടുണ്ട്. വിദേശികളായ സ്വത്തുടമകൾക്കും കോർപ്പറേറ്റ് സ്വത്തുടമകളുടെ അംഗീകൃത പ്രതിനിധികൾക്കും ഇനി സ്പോൺസർ ഇല്ലാതെ ബന്ധപ്പെട്ട അധികാര സ്ഥാപനത്തിലൂടെ നേരിട്ട് വിസ നേടാനാകും. GCC പൌരന്മാർ, റിയൽ എസ്റ്റേറ്റ് യൂണിറ്റുകളുടെ വിദേശികളായ ഉടമകൾ, സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വിദേശികളായ ജീവനക്കാർ എന്നിവരെയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിക്ഷേപകരുടെയും സ്വത്തുടമകളുടെയും ആശ്രിതർക്കുള്ള കുടുംബ റെസിഡൻസിൽ പ്രായപരിധിയുമായി ബന്ധപ്പെട്ട ചില നിബന്ധനകളിലും ഇളവ് നൽകിയിട്ടുണ്ട്. അതേസമയം സ്വത്ത് വിൽക്കുകയോ നിയമപരമായ ഇടപാടിലൂടെ കൈമാറ്റം ചെയ്യുകയോ ചെയ്താൽ വിദേശ ഉടമയുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും റെസിഡൻസി അനുമതി സ്വമേധയാ റദ്ദാക്കുന്നതാണെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. NTV മസ്കറ്റ്.